ഇന്ന് ഞാൻ തിരുവിതാംകൂറത്തെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം എപ്പോഴും ഉമ്മാൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു വിഭവമാണ് ചിക്കൻ മന്തി. അവൻ്റെ ഫേവറേറ്റ് ആണ്. ഉമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ മന്തി എന്ന് പറഞ്ഞാൽ കിഡു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതുണ്ടാക്കിയാലോ? അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ ഫെബിന അഷ്റഫ്. വെൽക്കം ടു ലൈഫ് റെക്കോർഡ്സ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ പുറത്തൊക്കെ കുക്ക് ചെയ്തിട്ട്. ഇന്ന് നമ്മൾ പുറത്താണ് കേട്ടോ കുക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മസാല പുരട്ടിയെടുക്കണം. ചിക്കന് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വലിയ പീസാക്കിയിട്ടോ, 1.5 കിലോ ചിക്കൻ ഉണ്ട്. അതിൻ്റെ വലിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ മസാല ഒന്ന് പുരട്ടിയെടുക്കാം. മസാല എന്ന് പറയുമ്പോൾ ഒരുപാട് മസാലയൊന്നും ഇല്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ മന്തിയാണിത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് അതൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് മസാല പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ വെക്കണം. അതിന് വേണ്ടിയിട്ട് മസാലകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ ചെറിയ ജീരകം, അങ്ങനെ ഈ ചിക്കൻ മാഗി ക്യൂബ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു 1.5 പീസ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മതി, കാരണം ഇതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. പിന്നെ കുറച്ച് ഓയിൽ എടുക്കാം. ഇത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കന് മസാല പുരട്ടുന്നതിന് മുന്നേ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ. മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു നല്ല കളർ വരിക. ചിക്കന് ഒക്കെ കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മസാല പുരട്ടിയിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. അപ്പം നമ്മളെ ചിക്കന് മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് എടുത്തിട്ട് വേവിച്ചെടുക്കാം. എത്രത്തോളം ഇരിക്കണോ അത്രയും ടേസ്റ്റ് വരും കേട്ടോ. പിന്നെന്താ ആദ്യം അപ്പൂനൊക്കെ കാണിച്ചു തരാം. അപ്പൂന് എന്നൊരു ഫ്രണ്ട് ഉണ്ട് അല്ലേ അപ്പൂ? അപ്പൂ നല്ല കളിയിലാണ്. അപ്പൂ ഇതാരാന്ന് പറഞ്ഞു കൊടുക്ക്. മാളൂട്ടിയോ? മാളൂട്ടി അപ്പൂൻ്റെ ഫ്രണ്ടാണിത്, മാളൂട്ടി. എന്താ ഉണ്ടാക്കണേ? കട്ടയും കൊണ്ട് കളിക്കുക. അപ്പൊ എന്താ ഉണ്ടാക്കണേ? ക്യാമറ. ആ ശരി. ഇവിടെ ഒരാളിതാ സൈക്കിൾ ഓട്ടുന്നുണ്ട്. ആദി വാ. ആദ്യാണ് കേട്ടോ ഒന്ന് ക്യാമറ ഒക്കെ പിടിച്ചു തരുന്ന ആള് അല്ലേ ആദി? ക്യാമറാമാൻ ആദ്യാണ്. ക്യാമറ റെഡിയായി. എന്നാ ഫോട്ടോ എടുക്ക്. അടിപൊളി ക്യാമറ. കഴിഞ്ഞ വീഡിയോയിലല്ല നമ്മളെ ഈ വീടൊക്കെ കാണിച്ച വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇവിടെ അമ്മ കുറച്ച് ചേനയൊക്കെ നട്ടിട്ടുണ്ട് എന്ന്. ഉണ്ടോ ഈ ചേനയൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ വലുതായിട്ടോ. അപ്പോൾ നമ്മളെ ചിക്കനെ ഇന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് തീ ഒന്ന് കത്തിച്ചൊക്കെ റെഡിയാക്കി വെക്കാം. നമ്മൾ അടുപ്പൊക്കെ നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കത്തി പിടിക്കാൻ ചിലപ്പോൾ കുറച്ച് സമയം പിടിക്കുന്നുണ്ടാവും, കാരണം ഇന്നലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ നല്ല വെയിലുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് കത്തിച്ചെടുക്കാം. നമ്മളെ ചിക്കന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഒരു ചെമ്പ് എടുത്തിട്ട് ഇതിൽ കുറച്ച് ഓയിൽ, ഒരു 2 ടീസ്പൂണൊക്കെ ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. ഈ ചിക്കന് ഇതിലൊന്നിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. നമുക്ക് അടുപ്പൊക്കെ നല്ലോണം കത്തിയിട്ടുണ്ട്. ഇത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മൾ ചിക്കൻ ഇവിടെ വേവണ സമയം കൊണ്ട് മന്തി റൈസ് റെഡിയാക്കി എടുക്കാം. അത് നമുക്ക് അകത്ത് വെക്കാം. എന്നാൽ പിന്നെ ഈ ചിക്കന് റെഡിയാകുന്ന സമയം കൊണ്ട് റൈസും വെന്ത രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ദം ചെയ്തിട്ട് പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നല്ലോണം അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ട് വെള്ളം ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത്
ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ഒരു ഉണങ്ങിയ നാരങ്ങ ഉണ്ടല്ലോ, അത് ഒരെണ്ണം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ചോറും അവിടെ വെന്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ, ചോറും ഈ ചിക്കൻ്റെ മേലെ ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ ചോറൊക്കെ ദം ചെയ്യാൻ നമുക്ക് കുറച്ച് പച്ചമുളക് വേണം. നമ്മളെ പച്ചമുളക് തന്നെ എടുക്കാം. അപ്പോൾ ചോറ് നല്ലപോലെ വെന്തിട്ട് നമ്മൾ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചോറൊക്കെ നല്ലപോലെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. ഇനി നമുക്ക് കുറച്ച് ഇതിന്ന് നമ്മൾ കോരി കുറച്ച് ഓയിൽ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ പാലിൽ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പച്ചമുളക് ഓരോന്നിങ്ങനെ കുത്തി കുത്തി വെച്ച് കൊടുക്കാം. ഇനി നമ്മളൊരു പാത്രത്തിൽ, ചെറിയൊരു പാത്രത്തിൽ കുറച്ച് കനലെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്നിങ്ങനെ പുകഞ്ഞു വരുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ചോറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു നല്ലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളെ ചോറ് ദമ്മിലിട്ടിട്ട് 10 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി എന്തായാലും അധികം വെക്കാൻ പറ്റില്ല, കാരണം കുട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അഷ്റഫ് ഖാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കുറച്ച് തിരക്കിലാണ്, ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ യാത്രയൊക്കെ ചെയ്യാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അട്ടപ്പാടി വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് റൂട്ട് റെക്കോർഡ്സിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്, അതിൻ്റെയൊക്കെ വർക്കിലൊക്കെയാണ് ആൾ. അപ്പോൾ എന്തായാലും നമുക്ക് ദം പൊട്ടിച്ചിട്ട് ചോറ് വിളമ്പാൻ നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, അടിപൊളി മണമാണ്. ഈ ഒരു ചാർക്കോൾ അത് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ ചോറ് ഒരു പാത്രത്തേക്ക് കോരി മാറ്റാം. നമ്മളെ മയോനൈസും പിന്നെ അതേപോലെ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടമ്മ, അതൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ മക്കളൊക്കെ ഇതാ കഴിക്കൽ തുടങ്ങി. മാളൂട്ടി ഉണ്ട് അല്ലേ? മാളൂട്ടി എങ്ങനെയുണ്ട് ഭക്ഷണം? സൂപ്പർ. മാളൂട്ടിൻ്റെ വീട് എവിടെ പറഞ്ഞു കൊടുക്ക്? നമ്മളെ തൊട്ട വീട്ടത്തെ കുട്ടിയാണ് മാളൂട്ടി, അപ്പുവിൻ്റെ ഫ്രണ്ട് അല്ലേ? അപ്പു എങ്ങനെയുണ്ട്? അതിൻ്റെ ഫേവറേറ്റ് ആണ് അല്ലേ ചിക്കൻ മന്തി? അപ്പുവിൻ്റെ ഫേവറേറ്റാ? എന്നാ വേഗം കഴിക്ക്. കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ കഴിക്കാൻ. പിന്നെ എന്തായാലും അഷ്റഫ്ക്ക് എന്തായാലും ലേറ്റ് ആവുമെന്ന് പറഞ്ഞു, അപ്പോൾ വെയിറ്റ് ചെയ്യണില്ല. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് പറയാം. പിന്നെ ഈ ഒരു ചിക്കൻ മന്തി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാട്ടോ, എത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന് അറിയോ. ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീല്, നല്ല മണം, ആ ഒരു കറക്റ്റ് സ്മെല്ലുണ്ട്. അത് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ. നമുക്ക് കുറച്ച് ഫ്രഷ് ചോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് കൊണ്ടു തന്നത് അഷ്റഫ് ഖാൻ്റെ ഫ്രണ്ട് ഉണ്ട്, മൻസൂർ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ചിലപ്പോൾ റൂട്ട് റെക്കോർഡ്സിലെ അഷ്റഫ് ഖാൻ്റെ അട്ടപ്പാടി വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, മൻസൂർ ബ്രോ. നമുക്ക് ഇത് ഇന്നലെ അവിടുന്ന് അട്ടപ്പാടിയിൽ നിന്ന് കൊണ്ടു തന്നതാണ്. നല്ല ഫ്രഷ് ആണല്ലേ? ഇട്ടുണ്ടോ? പുളിക്കിങ്ങനെ ഫുള്ള് തോല് കൊടുക്കണേ കേട്ടോ. ഇതുണ്ടോ? കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് അധികം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് അടുത്തനാട്ടിലെ വീട്ടിൽ കൊടുത്തു. ചോളൊക്കെ ഇതാ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തു.
നമുക്ക് കുക്കറിലൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ അഷ്റഫ്ക്കയും ഫ്രണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ തന്നെ പരിചയപ്പെടുത്തി ഫ്രണ്ടിനെ. ഹായ്, ഇതെന്റെ സുഹൃത്ത് സെബീൽ റഹ്മാൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്. അതിന്റെ ലിങ്ക് നിന്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കണ്ടോ. പുള്ളി ഒരു സെന്നില് എന്താ പറയാ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞു കാറില് കറങ്ങി അടിച്ച് നടക്കാണ്. കാറിൽ ജീവിക്കാന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവനൊന്ന് ജസ്റ്റിന്റെ അടുത്ത് വന്നാണ്. ഇനി ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോ കാണാം. അതൊക്കെ റൂട്ട് റെക്കോർഡ്സിൽ കാണാം. അതെ അതെ, എല്ലാ വീഡിയോ റൂട്ട് റെക്കോർഡ്സിലുണ്ട്. വണ്ടി വേണമെങ്കിൽ മുമ്പായിട്ട്. ഓക്കെ, നമുക്ക് വണ്ടി ഒന്ന് കാണാം. അപ്പൊ ഇതാണ് കേട്ടോ ആളുടെ വണ്ടി. അടിപൊളി സെറ്റപ്പാണ് അകത്തൊക്കെ. ഹായ്, ചെറിയൊരു വണ്ടിക്കകത്ത് കണ്ടോ എന്തൊക്കെ സെറ്റപ്പാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ അഷ്റഫ് ഖാൻ്റെ ചാനലിലുണ്ടാവും. റൂട്ട് റെക്കോർഡ്സിൽ വരും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അവര് ഭക്ഷണമൊക്കെ കഴിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞല്ലോ. സൂപ്പർ, അടിപൊളി, നല്ല കിടിലൻ സാധനം. അടിപൊളിയായില്ലേ? ഉണ്ടാക്കിയതാണ് എന്താണെങ്കിലും വെച്ചിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. ഓക്കെ, അപ്പൊ അവര് ചായ ഒന്നും കുടിക്കാൻ നിൽക്കണില്ല, തിരക്കാണെന്ന് പറയുന്നു. ഇറങ്ങാണല്ലേ? ഒരു വഴിക്ക് പോവാണ്, തൃത്താല വരെ പോണം. അതുകൊണ്ടാണ് വീട്ടിൽ നാട്ടിലേക്ക്. എന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോസിലുണ്ടാവും, രണ്ടുപേരുടെയും വീഡിയോസിലുണ്ടാവും. അപ്പൊ എന്താ ശരി. ഓക്കെ, അപ്പൊ നല്ല കളിയിലാണ്. ബായ് പറയപ്പോ. എടക്കള്ള, ഇവിടെ കണ്ട ഒരാള് ഒറ്റക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി വന്ന് കുടിച്ച് TV കാണുക അല്ലേ? ഇതെന്ത് ജ്യൂസാ? ഓ, ബനാന മിൽക്ക് ഷേക്ക്. ആഹാ, ആദ്യം കുക്ക് ചെയ്യാനൊക്കെ പഠിച്ചു കേട്ടോ. അപ്പൊ എനിക്കിത്ര തരുമോ? നല്ല തിക്കായി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മളെ ചോളം റെഡി ആയിട്ടുണ്ട് അവിടെ. അപ്പൊ ആദ്യം പറഞ്ഞ ഒരു ഐഡിയ ആണ്. ആ ഐഡിയ അല്ല, എനിക്കറിയാം. അവന് മുളക് പൊടി മസാല ആക്കിയിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കഴിക്കുമല്ലോ, ഇതിലിങ്ങനെ മുളക് പൊടിയൊക്കെ തേച്ചിട്ട് അങ്ങനെ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട് അവന് മുളക് പൊടിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പൂന് മുളക് പൊടി വേണം, മസാല ആക്കിയിട്ടാ വേണ്ടേ വെറുതെ വേണ്ടേ? അപ്പൂന് വെറുതെ മതി എന്ന് പറഞ്ഞു. അപ്പു കഴിച്ചു. ബാക്കിയുള്ളതിന്മേൽ കൂടെ നമുക്ക് കുറച്ച് നാരങ്ങയുടെ ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമ്മൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇത് ശരിക്കും കഴിക്കുമ്പോൾ എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഫീലും കൂടി ആട്ടോ. കാരണം നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ സ്കൂളിൻ്റെ അടുത്തുള്ള ചെറിയ കടകൾ ഉണ്ടാവുമല്ലോ, അവിടെ കിട്ടും ഈ സാധനം. 5 രൂപ അങ്ങനെ എന്തൊക്കെയായിരുന്നു തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടെ വാങ്ങിയിട്ട് ഇങ്ങനെ കഴിക്കും. അഷ്റഫ് കേറ്റും പിന്നെ ഇതൊന്നും കഴിക്കാൻ നിന്നില്ല. അവർക്ക് എന്തൊക്കെയോ കുറേ പരിപാടികളുണ്ട് എന്ന് പറഞ്ഞത് കാരണം പെട്ടെന്ന് പോയി ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ മന്തി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഉമ്മയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഉമ്മക്ക് വീഡിയോയിൽ വരാൻ അത്ര താല്പര്യമില്ല, അതുകൊണ്ടാണ് ഉമ്മാനെ കാണിക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അപ്പുറത്ത് പോയിരുന്ന് കഴിക്കുകയാണ് കേട്ടോ, അതാണ് അവനില്ലാത്ത. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.